ഹായ് ഗൈസ്, ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് തലശ്ശേരി കോടതിയുടെ ഒരു ചരിത്രമാണ്. പുരാതനമായ തലശ്ശേരി കോടതിയുടെ ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോടതിയാണ് തലശ്ശേരിയിലേത്. മൈസൂരിൻ്റെ പതനത്തോടെ ബ്രിട്ടീഷുകാർക്ക് മദ്രാശി മലബാറും അവരുടെ കൈകളിൽ എത്തിച്ചേർന്നു. അവർ ഇവിടുത്തെ നികുതി പിരിക്കാൻ വേണ്ടി മലബാറിലെ നാട്ടുരാജാക്കന്മാരെ ഇവിടത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പ്രവാസികളായിരുന്നവരെ തിരുവിതാംകൂറിൽ നിന്നും തിരികെ കൊണ്ടുവന്ന് ഇവിടുത്തെ നികുതി പിരിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. കമ്പനി കാര്യങ്ങൾക്കായി ഇംഗ്ലീഷ് നിയമസംഹിതയും മായസ് കോടതികളും ഒരു റിക്കാർഡ് കോടതിയും തലശ്ശേരിയിൽ സ്ഥാപിച്ചു. തലശ്ശേരി തുക്കിടി ആസ്ഥാനമായിരുന്നു മാറുന്നത് 1793 1792 ഡിസംബറിൽ കോഴിക്കോട് ഒരു താൽക്കാലിക കോടതി തുടങ്ങിയിരുന്നു. എന്നാൽ അത് പിരിച്ചുവിട്ടു. 1793 ഫൗജദാരി കച്ചേരി വഴിയിലാണ് നീതി നിർവഹണങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇതിനായി സൂപ്പർവൈസർ, ചീഫ് മജിസ്ട്രേറ്റ്, സൂപ്രണ്ട്, ദൊറഗമാർ എന്നിവരെ നിയമിച്ചു. തലശ്ശേരി, കോഴിക്കോട്, ചെർപ്പുളശ്ശേരി എന്നിവിടങ്ങളിൽ അവർ കോടതികൾ തുടർന്ന് സ്ഥാപിക്കുകയുണ്ടായി. സിവിൽ കോടതികളും അതുപോലെ തന്നെ ക്രിമിനൽ കോടതികളും ഇവിടെ നിലവിൽ വന്നു. ഇന്ത്യയിലെ കോടതികൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് 1729 മായസ് കോടതികൾ ഇത് തുറമുഖ കേന്ദ്രങ്ങളിലായിരുന്നു സ്ഥാപിക്കപ്പെട്ടത്. 1772 ജുഡീഷ്യൽ കോടതികളും സ്ഥാപിച്ചു. ഇവയുടെ ആസ്ഥാനം കൽക്കത്ത, മുർഷിദാബാദ് എന്നിവിടങ്ങളിലായിരുന്നു. ഇംഗ്ലീഷ് നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയത് 1774 1783 കാലഘട്ടത്തിലാണ്. 1783 ബ്രിട്ടീഷ് മാതൃകയിൽ മയസ് കോടതികൾ വന്നത്. തലശ്ശേരി വടക്കൻ മേഖലയുടെ കേന്ദ്രം കോടതിയെ മാറുന്നത് 1802 ക്രിമിനൽ കോടതി തലശ്ശേരിയിൽ സ്ഥാപിച്ചു. എച്ച് ക്ലേഫം ആയിരുന്നു ആദ്യത്തെ ജഡ്ജി. 1806 കോൺവാലീസ് കോഡ് നിലവിൽ വന്നു. 1827 മലബാറിൽ തലശ്ശേരി കോടതിയുടെ പ്രധാന ചരിത്രം തലശ്ശേരി കോടതി ഒരു ക്രിമിനൽ കോടതിയെ മാറുകയും ക്രിമിനൽ കേസുകൾ വിചാരണ ചെയ്യുന്നൊരു കേന്ദ്രമായി തലശ്ശേരി കോടതി മാറുകയും ചെയ്തു എന്നാണ്. തലശ്ശേരിയുടെ കോടതിയുടെ ചരിത്രം തലശ്ശേരി തുറമുഖത്തിൻ്റെയും ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ ആവാസത്തിൻ്റെയും ഒരു നേർചിത്രമാണെന്ന് നാം പറയണം. ഈ പുതിയ കെട്ടിടം നമ്മുടെ തലശ്ശേരിക്ക് ഏറെ ഒരു പ്രാധാന്യം നൽകുന്നതായി തന്നെ കാണാം. നാളെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ജസ്റ്റിസ് നരിമാൻ എന്നിവരും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. ഞാൻ അജയകുമാർ, തലശ്ശേരി.